നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ കടുത്ത വേനൽ ചൂട് തുടരുന്നതിനിടെ രാജ്യത്തെ നടുക്കി വൻ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ തടാകങ്ങളിലും നദികളിലുമായി ഒഴുക്കിൽപ്പെട്ടും നീന്താനിറങ്ങിയും 26 പേർ മരണമടഞ്ഞതായിട്ടാണ് ജർമ്മൻ ലൈഫ് സേവിംഗ് സൊസൈറ്റി അറിയിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പുരുഷന്മാരും ആൺകുട്ടികളുമാണെന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി റിപ്പോർട്ട് ചെയ്യുന്നത്. ജർമ്മൻ ലൈഫ് സേവിംഗ് സൊസൈറ്റിയുടെ ഷോർട്ട് ഫോം പറയുമ്പോൾ DLRG എന്ന് വിശേഷിപ്പിക്കാം. അതേസമയം ജർമ്മനിയിലെ മലയാളി സമൂഹത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ജലാശയ ദുരന്തം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹൈഡൽബർഗിലെ നെക്കാർ നദിയിൽ നീന്താനിറങ്ങിയ 27 വയസ്സുകാരനായ മലയാളി വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 8 മണിയോടെ ഹൈഡൽബർഗ് വീബ്ലിംഗനിലെ ഫെസ്പ്ലാറ്റ്സിന് താഴെയുള്ള നദീതീരത്തായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത്. സുഹൃത്തുക്കൾ നോക്കി നിൽക്കെ ഒഴുക്കിൽപ്പെട്ടുവെന്നാണ് അറിയുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വാരാന്ത്യത്തിലെ ചൂടിൽ നിന്നും ആശ്വാസം തേടി സുഹൃത്തുക്കൾക്കൊപ്പമാണ് 27-കാരനായ യുവാവ് നെക്കാർ നദീതീരത്ത് എത്തിയത്. തുടർന്ന് ഇയാൾ ഒറ്റയ്ക്ക് നദിയിൽ നീന്താൻ ഇറങ്ങുകയായിരുന്നു എന്നാണ് വിവരം. എന്നാൽ പെട്ടെന്ന് തന്നെ യുവാവ് സുഹൃത്തുക്കളുടെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. പരിഭ്രാന്തരായ സുഹൃത്തുക്കൾ ഉടൻ തന്നെ എമർജൻസി കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ജർമ്മൻ ലൈഫ് സേവിംഗ് സൊസൈറ്റിയുടെ രക്ഷാപ്രവർത്തകരും ഡൈവർമാരും അടങ്ങുന്ന വൻ സംഘം സ്ഥലത്തെത്തി വലിയ രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ യുവാവിനെ വെള്ളത്തിനടിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഉടൻ തന്നെ കരയ്ക്കെത്തിച്ച് കൃത്രിമ ശ്വാസം നൽകാനും ജീവൻ രക്ഷിക്കാനുമുള്ള അടിയന്തര ശ്രമങ്ങൾ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഹൈഡൽബർഗ് ക്രിമിനൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇവിടുത്തെ രീതിയിലുള്ള അന്വേഷണം ആകുമ്പോൾ ക്രിമിനൽ പോലീസ് ഏറ്റെടുക്കുന്ന ഏതൊരു സ്വഭാവമുള്ള കേസും പബ്ലിക് പ്രോസിക്യൂട്ടറാണ് പിന്നെ അതിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ അന്വേഷണം ചിലപ്പോൾ ഉണ്ടായേക്കാം. ശനിയാഴ്ച വൈകുന്നേരം രാത്രി 8 മണിയോടെയാണ് സംഭവം. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടുത്തെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം മുന്നോട്ടുള്ള നടപടികളായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ ഇതിൽ ഇടപെടാനോ കൂടുതലായി അന്വേഷിച്ചറിയാനോ ഇവിടുത്തെ നിയമം അനുവദിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇതിനെപ്പറ്റി പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ തന്നെ ഏതാണ്ട് 5 മുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ബെർലിനിലാണെങ്കിലും മ്യൂണിച്ചിലാണെങ്കിലും അല്ലെങ്കിൽ ഹാംബുർഗിലാണെങ്കിലും ഗോട്ടിങ്ങിലാണെങ്കിലും ഇതൊക്കെ തന്നെ വിദ്യാർത്ഥികളാണ് ഇവിടെ, അല്ലെങ്കിൽ യുവാക്കളാണ് ഇതിലെല്ലാം പെട്ടിരിക്കുന്നവർ. ജർമ്മനിയിലെ നിയമങ്ങളും ജർമ്മനിയിലെ ഏതൊക്കെ തടാകങ്ങളിൽ ഏതൊക്കെ നദികളിൽ അല്ലെ എവിടെയൊക്കെ ഇറങ്ങാനും കുളിക്കാനും നീന്തൽ നടത്താനും എന്നുള്ള കാര്യം ഇവര് കൃത്യമായിട്ട് നാട്ടിൽ പറയുന്നത് പോലെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് മിക്കവരും ഇവിടെ ജലാശയ സല്ലാപത്തിനായി ഇറങ്ങുന്നത്. അതൊക്കെ തന്നെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ്. കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി, നീ അതുമല്ലെങ്കിൽ ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാൻ കടലിലാണ് ഇത്രയും കാലം വളർന്നത് അല്ലെ ജനിച്ചത് എന്നൊക്കെ രീതിയിൽ വീമ്പ് പറഞ്ഞ് ഇവിടുത്തെ വെള്ളത്തിൽ ഇറങ്ങിയാൽ ജീവൻ തിരിച്ച് കിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതാരെയും ഞങ്ങൾ മോശപ്പെടുത്തി പറയുന്നതല്ല. പലരും ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് പറയുമ്പോൾ ഇതിന്റെ മുന്നറിയിപ്പായി ഞങ്ങൾ പല കാര്യങ്ങളും വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. 2016 വിദ്യാർത്ഥികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നദിയിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു മുന്നറിയിപ്പായി ഞങ്ങളെ ഓൺലൈൻ പത്രത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ചത് ഫ്രാങ്ക്ഫർട്ടിലെ കോൺസുൽ ജനറൽ എടുത്ത് അത് ഫ്രാങ്ക്ഫർട്ടിലെ കോൺസുലിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യമായി പ്രസിദ്ധീകരിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. എന്തായാലും മുന്നറിയിപ്പുകൾ എപ്പോഴും അത് പാലിക്കപ്പെടേണ്ടതാണ്. തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ കോട്ടിട്ടിരുന്ന് അമ്മാവൻ അല്ലെങ്കിൽ കിളവൻ അല്ലെങ്കിൽ അയാൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നറിയിപ്പായി ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞകാല സംഭവങ്ങളിൽ ഒത്തിരി ഇടപെട്ട് ഒടുവിൽ ചേതനയേറ്റ ബോഡി നാട്ടിൽ എത്തിക്കാൻ തന്നെ കൃത്യമായി ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് 100% വസ്തുത ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ദയവായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അത് മറ്റാരുടെയും കയ്യിലല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇനിയിപ്പം സമ്മർ അതിന്റെ ശക്തി ആർജിച്ച് വരുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത്, അല്ലെ മാസങ്ങളാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ. ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ
ഒരു വാരാന്ത്യത്തിൽ മാത്രമായി 26 പേർ മുങ്ങി മരിച്ചു എന്നാണ് DLRG റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ജാഗ്രതാ നിർദ്ദേശമാണ് അവർ നൽകുന്നത്. ജർമ്മനിയിലെ കടുത്ത വേനൽ ചൂട് തുടരുന്നതിനിടെ രാജ്യത്തെ നടുക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളാണ്. ഇനിയും ജർമ്മനിയിലെ മലയാളി വിദ്യാർത്ഥികളും പ്രവാസികളും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. യൂറോപ്പിലെയും പ്രത്യേകിച്ച് ജർമ്മനിയിലെയും ജലാശയങ്ങൾ കാണുന്നത് പോലെയല്ല. ഇവയൊക്കെ അതീവ അപകടകരമായ നിരവധി ഘടകങ്ങൾ ഒളിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും. ഇനി അടിയൊഴുക്കുകളെ പറ്റിയാണ് പറയുന്നത്. അത് തിരിച്ചറിയണം. നദികളിലും കനാലുകളിലും ഉപരിതലത്തിൽ വെള്ളം ശാന്തമായി കാണപ്പെടുന്നു എങ്കിലും അടിത്തട്ടിൽ ശക്തമായ അടിയൊഴുക്കുണ്ടാവും. നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ പോലും ഇത്തരം അടിയൊഴുക്കുകളിൽ പെട്ടാൽ രക്ഷപ്പെടാൻ തീരെ പ്രയാസമാണ്. അതുപോലെ തന്നെ താപനിലയിലുള്ള വ്യത്യാസം, അതായത് കോൾഡ് ഷോക്ക്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ജർമ്മനിയിലെ നദികളിലെയും ആഴമേറിയ തടാകങ്ങളിലെയും വെള്ളം കടുത്ത തണുപ്പുള്ളതായിരിക്കും. ഏതാണ്ട് മുകൾ പരപ്പിൽ നിന്ന് 75 സെന്റിമീറ്റർ താഴേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ തണുപ്പ് അനുഭവപ്പെടും. ഈ തണുപ്പ് മനുഷ്യ ശരീരത്തിന് പെട്ടെന്ന് കോച്ചുന്ന ഒരു അനുഭവമായിരിക്കും കൊടുക്കുക. അതായത് ചൂടായ ശരീരവുമായി പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് ചാടുമ്പോൾ കോൾഡ് ഷോക്കാണ് ഉണ്ടാകുന്നത്. ഇത് പ്രത്യേകിച്ച് ഹൃദയസ്തംഭനം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അത് മാത്രമല്ല പേശികൾ കോച്ചുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് പല മരണങ്ങളും സംഭവിക്കുന്നത്. പെട്ടെന്നുള്ള തണുപ്പ് ശരീരത്തെ എത്ര ആരോഗ്യവാനാണെങ്കിലും എത്ര നീന്തൽ താരമാണെങ്കിലും ഇനി ഒളിമ്പിക്സിൽ പോയി മെഡൽ നേടിയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇത്തരം വെള്ളത്തിൽ പെട്ടുകഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുക അത്ര എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് തന്നെ പേശികൾ കോച്ചി വലിക്കും. കയ്യോ കാലോ ഒന്നും അനങ്ങാൻ മേലാത്ത ഒരവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടുത്തെ വിദഗ്ധർ ഇതിനെപ്പറ്റി നിരവധി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. അത് മാത്രമല്ല ഇവിടെ ക്വാറി തടാകങ്ങൾ, അതായത് ബാഗർ സീ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും. ഇതൊക്കെ തന്നെ ഒരു വലിയ വെള്ളം കിടക്കുന്നതാണെങ്കിലും ചതിക്കുഴികളാണ്. മണലെടുക്കുന്ന തടാകങ്ങളിൽ പെട്ടെന്ന് ആഴം കൂടുന്ന ഭാഗങ്ങളുണ്ടാവും. കൂടാതെ അടിത്തട്ടിലെ ചെളിയും താപനിലയിലെ പെട്ടെന്നുള്ള വ്യത്യാസവും അപകടം ക്ഷണിച്ചു വരുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെ ഇറങ്ങുമ്പോഴും അവിടെ ഇറങ്ങാതിരിക്കും. ഇനി അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങരുത്. ബാഡൻ ഫെർബോട്ടൻ എന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ജർമ്മൻ ഭാഷയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷിലും കാണും. അവിടെ നീന്തൽ നിരോധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്തരം ബോർഡുള്ള സ്ഥലങ്ങളിലും ലൈഫ് ഗാർഡുമാരുടെ സേവനമില്ലാത്ത ഇടങ്ങളിലും ഒരു കാരണവശാലും പ്രായമുള്ളവരും യുവാക്കളും കുട്ടികളും ആരും തന്നെ ഇറങ്ങരുതെന്നാണ് പറയുന്നതല്ല, നിയമം വ്യക്തമാക്കുന്നു. ഇനിയും മദ്യപിച്ചുള്ള നീന്തൽ പൂർണ്ണമായും ഒഴിവാക്കണം. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച ശേഷം അത് അല്പം ബിയർ ആയാലും അല്പം വൈൻ ആയാലും വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ് പറയുന്നത്. വെള്ളത്തിൽ ഇറങ്ങുന്ന പ്രവണത ഇത്തരത്തിലുള്ളവർ പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് അപകട സാധ്യത ഇരട്ടിയാക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അശ്രദ്ധ വലിയൊരു ദുരന്തത്തിലേക്കാണ് നിങ്ങളെയൊക്കെ കൊണ്ടുപോവുക. അതോടൊപ്പം കുടുംബത്തിന്റെ കണ്ണീരിലേക്കും. ദയവായി ജലാശയങ്ങളിൽ പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ഇനിയും ദുരന്ത ഭൂമിയായി മാറിയ ജലാശയങ്ങളാണ് ഈ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ജർമ്മനിയിൽ ഉണ്ടായത്. അതിവേഗം ഉയർന്ന താപനിലയെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വാരാന്ത്യത്തിൽ ജർമ്മനിയിലെ വിവിധ ബീച്ചുകളിലേക്കും തടാകങ്ങളിലേക്കും ഒക്കെ ഒഴുകിയെത്തിയത്. പലപ്പോഴും ഈ സന്തോഷം അവരോട് ബന്ധപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും ഒക്കെ കണ്ണീരായി മാറുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ റാറ്റിങ്ങനിൽ, NRVയിലെ റാറ്റിങ്ങനിൽ 40 വയസ്സുകാരനായ വ്യക്തി ക്വാറി തടാകം എന്ന് പറയുമ്പോൾ ബാഗർ സീയിൽ നീന്താൻ ഇറങ്ങിയതാണ്, മരിച്ചു. അതും ശനിയാഴ്ചയാണ്. നീഡർസാക്സനിലെ പൈനയിൽ 17 വയസ്സുകാരനാണ് കുളിക്കാൻ ഇറങ്ങിയത് തടാകത്തിൽ. 17 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആ 17 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനായിട്ട് ജർമ്മനിയിലെ എല്ലാവിധ റെസ്ക്യൂ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് നടത്തുന്നത്. ഇനി തലസ്ഥാനമായ ബെർലിനിലാണെങ്കിൽ വാടകയ്ക്കെടുത്ത റെഡ് ബോട്ടിലാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് 3 സുഹൃത്തുക്കൾ. അതിൽ ഒരാളെയാണ് കാണാതായത്. വാരാന്ത്യത്തിൽ അവിടെ 3 പേര് മുങ്ങി മരിച്ചതായിട്ടുണ്ട് റിപ്പോർട്ടുകൾ. ഇനി റെഡ് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഇതിനൊക്കെ പോകാൻ. അതായത് ഇതെല്ലാം ഒരു ആഡ്വഞ്ചർ ആണ്, അല്ലെങ്കിൽ അഡ്വഞ്ചർ ആണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അഡ്വഞ്ചറായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ വരും വരാഴിയെ കൂടി ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ മുങ്ങിമരണങ്ങളിൽ കൂടുതൽ പുരുഷന്മാർ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം DLRG പറയുന്നുണ്ട്. പൊതുവെ പുരുഷന്മാർ കൂടുതൽ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ മടിയില്ലാത്തവരാണ്. അതായത് റിസ്കോ ഫ്രോയിഡിഗർ. പലപ്പോഴും ഇത്തരക്കാർക്കാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും DLRG വ്യക്തമാക്കുന്നു. എത്ര നീന്തൽ ക്ഷമതയുണ്ടെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന തണുപ്പും തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന താപനില വ്യത്യാസവും അപകട
അപകടങ്ങൾക്ക് കാരണം ഉണ്ടാകുന്നുവെന്നാണ് DLRG മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് പ്രവാസി മലയാളികൾ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്, ഒരു അഭ്യർത്ഥനയാണ്. ജർമ്മനിയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ, അത് കുഞ്ഞായാലും വലുതായാലും കുടുംബമായാലും കൂട്ടുകാർ ഒന്നിച്ചു പോയാലും വേനൽക്കാലം ആസ്വദിക്കേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. തടാകങ്ങളിലും നദികളിലും ഇറങ്ങണ്ട എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മുന്നറിയിപ്പുകൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അത് നമ്മുടെ സുരക്ഷയ്ക്കാൻ എന്ന് മാത്രമെന്ന് കരുതി ജാഗ്രത പുലർത്തി വേണം അവിടെയൊക്കെ നിങ്ങൾ ആഹ്ലാദിക്കാനും ആസ്വദിക്കാൻ. നീ ലൈഫ് ഗാർഡുകൾ ഇല്ലാത്ത നീന്തൽ നിരോധിച്ച തടാകങ്ങൾ, പ്രത്യേകിച്ച് ബാഗർ സീയിൽ പോകാതിരിക്കുക, ഇറങ്ങാതിരിക്കുക. ഇതിലെല്ലാം അടിയൊഴുക്കുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. പലർക്കും അറിഞ്ഞുകൂടാ. മുകളിൽ ശാന്തമായിരിക്കും, പക്ഷെ അടിയൊഴുക്കുണ്ട്. എത്ര മികച്ച നീന്തൽക്കാരനാണെങ്കിലും അല്ലെ നീന്തൽക്കാരിയാണെങ്കിലും വിട്ടുപോകും. ഇനിയും കൊടും തടുപ്പിന്റെ നാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ ഇപ്പോൾ അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് കടന്നു പോകുന്നത്. പല രാജ്യങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി. കഴിഞ്ഞ ജൂൺ 21 ശേഷമുള്ള ചൂടിൽ 1300-ലധികം ആളുകൾ ഫ്രാൻസിൽ മരിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. ഇതൊക്കെ തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. സ്വകാര്യ വീടുകളിലോ കെയർ ഹോമുകളിലോ ഒക്കെ കഴിഞ്ഞിരുന്നവരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നിശബ്ദ കൊലയാളിയായി മാറിയ ചൂട് ഉഷ്ണതരംഗത്തെ ലോകാരോഗ്യ സംഘടന നിശബ്ദ കൊലയാളി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ ഈ ഉഷ്ണതരംഗം തീർത്തും തകിടം മറിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, യൂറോപ്പിന്റെ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളെയും റോഡുകളെയും റെയിൽവേ സംവിധാനങ്ങളെയും കൂടി തകിടം മറിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ റോഡുകളിലെ ടാർ ഉരുകിയൊലിക്കുന്ന അവസ്ഥയുണ്ടായി. ട്രാം ട്രാക്കുകൾ വളഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇതൊക്കെ തന്നെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ്. ഫ്രാൻസിലെ കടുത്ത ചൂട് കാരണം കറണ്ട് പോലും ഇല്ലാതായി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഹംഗറിയിലെ പാക്സ് ആണവ നിലയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും റിപ്പോർട്ടുണ്ട്. പ്രതിസന്ധിയിലാകുന്നത് ആരോഗ്യ സംവിധാനങ്ങളാണ്. അടിയന്തര മുന്നറിയിപ്പുകൾ കൊടുത്തിട്ട് കൂടി പാരീസിലെ എമർജൻസി വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ 3-1 വർധന ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. മെഡിക്കൽ ഡിസ്പാച്ച് സെന്ററിലേക്കുള്ള കോളുകളുടെ എണ്ണം തന്നെ 80% വർദ്ധിച്ചു. 38 ആശുപത്രികളിൽ അടിയന്തര പദ്ധതികൾ സജീവമാക്കി. ചൂട് താങ്ങാനാവാതെ പാരീസ് പ്രൈഡ് മാർച്ചും പ്രമുഖ സംഗീത ഉത്സവങ്ങളും റദ്ദാക്കി. ഇനി ജർമ്മനിയിലേക്ക് കടന്നാൽ താപനില 35 കടന്ന് 41.7 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതോടെ ജർമ്മനിയിലെ പ്രശസ്തമായ ഔട്ടോബാൻ A2 ഈ ഹൈവേയിലെ കോൺക്രീറ്റ് പാളികൾ ചൂടിൽ വിണ്ടുകീറിയെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. റോഡ് അടച്ചിടേണ്ടി വന്നു. ഈ പ്രശസ്തമായ ഔട്ടോബാൻ എന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രശസ്തി തന്നെ ഉണ്ട്. കാരണം ഇതിലെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക്, ഞങ്ങളൊക്കെ ഒട്ടനവധി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഈ ഔട്ടോബാനിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം നല്ല സ്പീഡിൽ യാത്ര ചെയ്യാം. നല്ല കംഫർട്ടാണ്. വണ്ടി എത്ര മോശമാണെങ്കിൽ പോലും നല്ല കംഫർട്ട് ആണെന്ന് പലരും പറയാറുണ്ട്. ഇനിയും നല്ല നൽപ്പുള്ള വണ്ടിയാണെങ്കിൽ അതിന്റെ കംഫർട്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രശസ്തമായ A2 എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഈ റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ റോഡ് പോലും ഈ ചൂടിൽ തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെ സിറ്റികളിലേക്ക് കടന്നാൽ റോം, വെനീസ്, മിലാൻ ഉൾപ്പെടെയുള്ള 18 ഇറ്റാലിയൻ നഗരങ്ങളിൽ താപനിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ജർമ്മനിയിലെ കടുത്ത ചൂടിൽ തീപിടുത്തങ്ങൾ ഉണ്ടായി. ഡോട്ട്മുണ്ടിന് സമീപമുള്ള ഹാഗനിൽ പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. തീയും പുകയും കണ്ട് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത് ആ ഫിറോൺ ഫുൻസിഷിൽ യാത്ര ചെയ്ത ആളുകളാണ്. ഒടുവിൽ 3 മണിക്കൂർ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയം ആക്കിയത്. ഇനിയും മറ്റു കാര്യങ്ങളും കൂടി പറയുമ്പോൾ രാജ്യവ്യാപകമായി അടിയന്തര അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജർമ്മനിയിൽ നൽകിയിരിക്കുന്നത്. ചൂടിപ്പോൾ കിഴക്കൻ മേഖലയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. രാത്രിയിൽ ചൂട് കുറയാത്തതും അന്തരീക്ഷത്തിലെ അമിതമായ ഈർപ്പവുമാണ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഇനിയും കൊടുങ്കാറ്റും കനത്ത മഴയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ചൂടിന് ശമനം ഉണ്ടാകുമെങ്കിലും പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറൻ ദിശകളിൽ ശക്തമായ ഇടിയോടുകൂടിയ കൊടുങ്കാറ്റും പെട്ടെന്നുള്ള കനത്ത മഴയും ഉണ്ടാകും എന്ന് തന്നെ പ്രവചനമുണ്ട്. താപനില താഴുന്നതിനൊപ്പം കാറ്റിന്റെയും മഴയുടെയും ഫലമായി വരും ദിവസങ്ങളിൽ ചൂട് കുറയുമെങ്കിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ ഫ്രാൻസ് മാത്രമല്ല ജർമ്മനിയിലും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും വസ്തുതാപരമായ മുന്നറിയിപ്പുകളോടുകൂടിയുള്ള വാർത്തകളാണ് ഞങ്ങൾ നിരന്തരം പ്രസിദ്ധീകരിക്കുന്നത്. പലർക്കും ഇതുകൊണ്ട് ഇഷ്ടക്കേട് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കും. മാന്യമായ രീതിയിൽ കമന്റുകൾ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇനിയും മോശമായിട്ടുള്ള കമന്റുകൾ നൽകി ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പ്രകോപനമായിട്ട് തന്നെ മോശം വാക്കുകളാൽ അല്ലെങ്കിൽ മോശപ്പെട്ട് ഇങ്ങോട്ട് വന്നാൽ മോശക്കാരാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.